എല്ലാത്തിനും കാരണം ഈ മൊബൈലാണ്. ഈ മൊബൈൽ നോട്ടം കൊണ്ടാണ് രണ്ടുപേരും ഇങ്ങനെ ആയിരിക്കണത്. ഈ മൊബൈൽ പിടിച്ച് വാങ്ങിക്കൊക്കെ അറിയാൻ പാടില്ലാണ്ടൊന്നുമല്ല. പിന്നെ അത്ര റോഡായ ഒരു മോളാവാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. മനസ്സിലായ? വയസ്സായവരല്ലേ, കുറച്ചൊരു എന്റർടൈൻമെന്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു തന്നു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇപ്പൊ 24 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെയാണെന്ന് നടക്കാൻ എണീക്കാൻ പറ്റണില്ലല്ലോ. ഇവിടെ ഇരിക്കല്ലേ, തോണ്ടി ഇരിക്കല്ലേ, 24 മണിക്കൂർ ഇരുന്ന് തോണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഫ്രണ്ട്സിൻ്റെ ഒക്കെ പാരൻസ്, അവരുടെയൊക്കെ ഈ ഇങ്ങനെ റിപ്പോർട്ടൊക്കെ കാണുമ്പോഴല്ലോ കൊതിയാവുകയാണ്. അവരൊക്കെ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്, നടക്കുന്നത്, എക്സസൈസ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ അവരുടെ എഫോർട്ട് അറിയാമോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ എന്താണ് കുറവ്? അത് ഞാൻ ചോദിക്കട്ടെ, രണ്ടുപേർക്കും ഇവിടെ എന്താ കുറവ് ഞാൻ വരുത്തുന്നത്? അത് ആദ്യം പറയും. 3 നേരം ആഹാരമുണ്ട്, സമയത്തിന് ആഹാരം കിട്ടുന്നില്ലേ രണ്ടുപേർക്കും? പിന്നെന്താ, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിനോദങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഫോണുണ്ട്, TV ഉണ്ട്, വീട്ടിൽ AC ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ നിങ്ങൾക്ക് ഇവിടെ കുറവ് ഞാൻ വരുത്തുന്നത്? സൗകര്യങ്ങൾ കൂടിപ്പോയി, അതാണ് പ്രശ്നം. ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. സൗകര്യങ്ങൾ കൂടിപ്പോയപ്പോ കൂടുതൽ സുഖിച്ചങ്ങ് ഇരിക്കണം രണ്ടുപേർക്കും, അല്ലേ?